ഹായ്, വെൽക്കം ടു കോഡ് യുറേക്ക. ഇത് നമ്മൾ നോക്കുന്നത് ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോക്കകത്ത് ക്യാൻവയെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് രണ്ട് ആൾക്കാർ ചോദിച്ചൊരു കാര്യം, നമ്മൾ ഈ ബിസിനസ് കാർഡൊക്കെ ചെയ്യുമ്പോൾ ഈ ലോഗോയുടെ ബാക്ക്ഗ്രൗണ്ട് വരും. ഈ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്? കാര്യം ഫോട്ടോഷോപ്പിൽ പോയി കഴിഞ്ഞാൽ കുറെ ടൈം എടുത്ത് നമ്മൾ വരച്ചൊക്കെ വേണം ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട്. എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഈ ഒരു ബിസിനസ് കാർഡ് ഇത് നമ്മൾ ക്യാൻവയിൽ എടുത്തു, കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ വന്നിട്ട് നമുക്ക് ഒരു ലോഗോ ഇതിന്റെ അകത്തേക്ക് ആഡ് ചെയ്യണം. നമ്മുടെ പേരും ഇതെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്ത് എന്നിട്ട് നമുക്ക് കമ്പനിയുടെ ലോഗോ ഇവിടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്യാൻവയിൽ പറഞ്ഞത് ഈ അപ്ലോഡ്സിന്റെ അകത്ത് പോയിട്ട് നമ്മുടെ ഫയൽ അപ്ലോഡ് ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്ന എന്റെ ലോഗോയാണ് ഇത്. അപ്പൊ ഈ ലോഗോയെ നമ്മൾ ഇവിടെ കൊണ്ടുവെക്കുമ്പോൾ ഇത് കണ്ടോ, ഇതിന് ഈ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. വൈറ്റിന്റെ പുറത്താണെങ്കിൽ ഇത് അറിയത്തില്ല, പക്ഷെ നമ്മളിപ്പോ ഏതെങ്കിലും ഓവർലാപ്പ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് രണ്ടു മൂന്ന് ആൾക്കാർ എന്നോട് മെസ്സേജ് ചെയ്ത് ചോദിച്ചത്. അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഇന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് ഏതൊരു ഇമേജ് കിട്ടിയാലും പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഒരു അടിപൊളി സൈറ്റ് ഉണ്ട്. ഈ സൈറ്റിൽ ഓൺലൈൻ സൈറ്റ് ആണ്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന ഇത് കണ്ടോ, remove.bg എന്നുള്ള സൈറ്റ് ഉണ്ട്. ഈ സൈറ്റ് നിങ്ങൾ ലോഗിൻ ചെയ്യുക, remove.bg. ഇതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് നിങ്ങൾ സൈൻ അപ്പോ ലോഗിനോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞതിനകത്ത് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ലോഗോ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഓപ്ഷൻ കിട്ടും. കണ്ടോ, ഇതാണ് നമ്മുടെ ലോഗോ. ഈ ലോഗോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കി കിട്ടിക്കഴിഞ്ഞ് ഇനി ഇവിടെ ഡൗൺലോഡ് മാത്രം കൊടുത്താൽ മതി. കണ്ടോ, ഇപ്പൊ നമുക്ക് തന്നെ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ലോഗോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അത് വൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് തന്നെ അത് നമുക്ക് അപ്ലോഡ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. അപ്ലോഡിൽ പോവാ, അപ്ലോഡ് ഫയൽ ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോ റിമൂവ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് അപ്ലോഡ് കാണാം. ഇപ്പൊ കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് നമുക്കില്ല. ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് എവിടെ കൊണ്ടുവന്ന് നമുക്ക് ഇത് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ക്യാൻവയിലും ഇത് നമുക്ക് വേറെ പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാം. ഈ ബാക്ക്ഗ്രൗണ്ട് ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ഓൺലൈൻ ടൂൾ ഉപയോഗിച്ച്. background.bg എന്ന് പറഞ്ഞാൽ അതുപോലെ നമുക്ക് പിക്ചേഴ്സിന്റെ, നിങ്ങളുടെ തന്നെ പിക്ചേഴ്സിന്റെയും റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. എക്സാമ്പിൾ തന്നെ ഈ ഒരു പിക്ചറിന്റെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. അതിന് നമുക്ക് സേവ് ആസ് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് അതിനുശേഷം നമുക്കൊന്ന് അപ്ലോഡ് ചെയ്യാം. ഈ അപ്ലോഡ് ഇമേജ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോ ഡൗൺലോഡ് ചെയ്ത ഫയല് ഏതാനും സെക്കൻഡ്സിനുള്ളിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവും. അവിടെ നമുക്ക് ഡൗൺലോഡ് കൊടുക്കാം. കണ്ടോ, ഇപ്പൊ നമുക്ക് കിട്ടിയ പിക്ചറിന്റെ അത് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട്, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഈസി ആയിട്ട് ഈ സൈറ്റ് വഴി remove.bg എന്നാണ് സൈറ്റിന്റെ പേര്. ഇതുവഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനും ഇത് നമുക്ക് ക്യാൻവയിലും വേറുള്ള എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ക്യാൻവയിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ലോഗോ ആണെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ ഇതിന്റെ അകത്തൊന്ന് വന്ന് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ അടുത്ത ഒരു ടൂളോടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്, ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ടൂൾ ലൈറ്റ് ഷോട്ട് എന്ന ടൂൾ. അതായത് നമുക്കിപ്പം സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഒരു സൈറ്റിന്റെ സ്ക്രീൻഷോട്ട് എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതിന്റെ ഏതെങ്കിലും ഒരു പിക്ചർ എന്തെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ഈ വിൻഡോസ് നമ്മുടെ കീബോർഡിന്റെ അകത്ത് പ്രിന്റ് സ്ക്രീൻ എന്ന് പറഞ്ഞ ലാപ്ടോപ്പിന്റെ ഡെസ്ക്ടോപ്പിന്റെ കീബോർഡിന്റെ അകത്ത് പ്രിന്റ് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് ഒരു കീ കാണും. ഇത് നമുക്ക് വെച്ച് പ്രിന്റ് സ്ക്രീൻ ഇപ്പൊ ഈ സ്ക്രീനിന്റെ ഒരു സ്ക്രീൻഷോട്ട് ആയിട്ട് എടുക്കാം. എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം ഈ സ്ക്രീൻ ഫുള്ളായിട്ട് എടുക്കും. നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ പോയി പെയിന്റ് ബ്രഷിലോ പെയിന്റ് എടുക്കുക. അതിന്റെ അകത്ത് നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ക്രീനിന്റെ ഫുള്ളായിട്ടുള്ള സ്ക്രീൻഷോട്ട് ആയിരിക്കും വരുന്നത്. ഈ സ്ക്രീൻ ഫുള്ള് വരും. അപ്പൊ അതിന് പകരം നമുക്കൊരു പാർട്ട്, എനിക്ക് തന്നെ ഈ കുറച്ച് ഭാഗം മാത്രം നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇപ്പൊ തന്നെ ഈ പിക്ചർ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ പിക്ചർ മാത്രം നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടൂളാണ് ലൈറ്റ് ഷോട്ട് എന്ന് പറഞ്ഞത്. നിങ്ങൾ ലൈറ്റ് ഷോട്ട് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് കാണുന്ന ഈ സൈറ്റ് കണ്ടോ, ലൈറ്റ് ഷോട്ട് എന്ന് പറഞ്ഞ് കിടക്കുന്ന ഈ സൈറ്റിൽ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തതിന് ശേഷം അപ്പൊ നിങ്ങൾ കയറുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. ലോഗിൻ ഒന്നും ആവശ്യമില്ല. ഇവിടെ വന്നിട്ട്
ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആയിക്കോളും. സെറ്റപ്പ് ലൈറ്റ് ഷോട്ട് ആണ്. എന്നിട്ട് ഇതിന്റെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ കൊടുക്കുക. അപ്പൊ ഈ ആക്സെപ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് അടിക്കുക. ഞാനിപ്പോ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കാണിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് കൊടുത്ത് അങ്ങ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾ ഈ പ്രിന്റ് സ്ക്രീൻ, നമ്മുടെ കീബോർഡിലെ പ്രിന്റ് സ്ക്രീൻ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്, ഇപ്പൊ നിങ്ങൾ പ്രസ് ചെയ്ത് അപ്പോൾ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഇങ്ങനെ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഈ ലൈറ്റ് ഷോട്ട് എന്നുള്ളത് മാത്രം പ്രിന്റ് എടുക്കാൻ ഇവിടെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ടെസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ കൂടെ ടെസ്റ്റ് ആഡ് ചെയ്യാം. ഇവിടെ ടെസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ശേഷം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യും. ഞാൻ കൊടുത്തു. അതിന്റെ കളർ വേണേൽ ഇവിടെ ചേഞ്ച് ചെയ്യാം. കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ എന്ത് പെൻസിലുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും റൗണ്ട് ചെയ്ത് കാണിക്കാൻ റൗണ്ട് ചെയ്യാം. ഇതിന്റെ കളറും മാറ്റാം. ഇവിടെ കണ്ടോ കളർ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ ആക്കാം. ഇതെടുക്കുന്നു ഗ്രീൻ ആക്കി. അടുത്തൊരു റൗണ്ട് വേണേൽ അങ്ങനെ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ കൺട്രോൾ സി കൊടുക്കുക. കൺട്രോൾ സി കൊടുക്കുമ്പോൾ ഇത് അതിനുശേഷം പെയിന്റ് ബ്രഷ് എടുത്തിട്ട് അത് നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. അപ്പൊ ആ പാർട്ട് മാത്രം നിങ്ങൾക്ക് തന്നെ കണ്ടോ സേവ് ആയിക്കിട്ടും. ഇവിടുന്ന് നിങ്ങൾ സേവ് ആസ് കൊടുത്ത് JPEG ആയിട്ട് JPG ആയിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഏതെങ്കിലും ലൊക്കേഷൻ കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് ആയിട്ട് അത് സേവ് ചെയ്തെടുക്കാനായിട്ട് ഡെസ്ക്ടോപ്പിൽ 1 2 3 എന്ന് കൊടുക്കുന്നു. സേവ്. ഇപ്പൊ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ അത് സേവ് ആയിട്ടുണ്ട്. 1 2 3 ലൈറ്റ് ഷോട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഇതും ഇപ്പൊ ഈ പിക്ചർ തന്നെ, ഈ പിക്ചർ നിങ്ങൾക്ക് തല മാത്രം നിങ്ങൾക്ക് എടുക്കണം പെട്ടെന്ന്. അതിനുണ്ട് നിങ്ങൾ പോയിട്ട് വേറെ ഇതിൽ പോയി വേറെ ആപ്ലിക്കേഷൻ പോയി കട്ട് ചെയ്തൊന്നും എടുക്കണ്ട. പ്രിന്റ് സ്ക്രീൻ ജസ്റ്റ് കൊടുക്കുക. നമ്മുടെ ലൈറ്റ് ഷോട്ട് അപ്പോൾ വർക്ക് ചെയ്യും. പ്രിന്റ് സ്ക്രീൻ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഭാഗം മാത്രം ഇത്രയും മതിയെങ്കിൽ ഇത്രയും മാത്രം നിങ്ങൾക്ക് കൺട്രോൾ സി അടിച്ച് കോപ്പി ചെയ്യാൻ പറ്റും. അതിനുശേഷം നേരെ പെയിന്റ് ബ്രഷ് എടുക്കുക, പോവുക, ന്യൂ എടുക്കുക. ഇവിടെ നിങ്ങൾ കൺട്രോൾ V അടിച്ച് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. കണ്ടോ നിങ്ങൾക്ക് അത്രയും പാർട്ട് മാത്രം കിട്ടി. എന്നിട്ട് നിങ്ങൾ ഫയൽ എടുക്കുക, സേവ് ആസ് കൊടുക്കുക. സേവ് ആസ് കൊടുത്ത് JPG ആയിട്ട് നിങ്ങൾ സേവ് ചെയ്യുക. ഇത് നമുക്കിപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നവരായാലും എന്ത് ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള ടൂളുകൾ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ വളരെ എളുപ്പമാവും. കാര്യം നിങ്ങൾക്ക് ഒരു ബാനറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ പേഴ്സണൽ യൂസിനോ എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഫോട്ടോ വേണമെങ്കിൽ ക്രോപ്പ് ചെയ്യാനും എല്ലാം ഈ ലൈറ്റ് ഷോട്ട് ഉപയോഗിക്കാൻ പറ്റും. വെബ്സൈറ്റിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ഒരു ഫോട്ടോ എടുത്ത് ഓപ്പൺ ആക്കിയിട്ട് അതിൽ നിന്ന് ക്രോപ്പ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ക്രോപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഏതൊരു പിക്ചറും എടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഒരു പിക്ചർ ഓപ്പൺ ആക്കുന്നു. ഇപ്പൊ ഓഡിയോ റെക്കോർഡ് ആണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മൾ ഏത് പിക്ചർ ആയാലും നമ്മൾ ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇത് മാത്രം പ്രിന്റ് സ്ക്രീൻ കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ച് പാർട്ട് മാത്രം മതി. ഈ ഓഡിയോ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ മാത്രം മതി. അത് മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ഈ സെലക്ഷൻ നമുക്ക് തന്നെ ഈ സൈഡിലോട്ട് കൊണ്ട് നമുക്ക് ഡ്രാഗ് ചെയ്തൊക്കെ ചെറുതാക്കാനും വലുതാക്കാനും ഒക്കെ പറ്റും. കണ്ടോ അതിനുശേഷം കൺട്രോൾ C അടിക്കുക. എന്നിട്ട് എവിടാന്ന് വെച്ചാൽ നമുക്ക് കൊണ്ട് പേസ്റ്റ് ചെയ്ത് അതിനെ സേവ് ചെയ്തെടുക്കാം. പെയിന്റ് ബ്രഷ് ആണെങ്കിൽ കൺട്രോൾ V അടിച്ചു കഴിഞ്ഞാൽ അവിടെ വരും. കണ്ടോ ന്യൂ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് വരും. കൺട്രോൾ V അടിച്ച് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പാർട്ട് നമ്മൾ സെലക്ട് ചെയ്ത പാർട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാതെ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ രണ്ട് ടൂൾ നിങ്ങൾ ട്രൈ ചെയ്യണം. ഒന്ന് ബാക്ക്ഗ്രൗണ്ട് റിമൂവറിന്റെ ഈ സൈറ്റിൽ പോയിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ ലൈറ്റ് ഷോട്ട് നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇപ്പൊ ക്യാൻവയിൽ ചെയ്തിട്ടില്ലാത്തവര് പഴയ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ക്യാൻവ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീഡിയോ വരും. അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഈ ഒരു മെത്തേഡുകൾ നിങ്ങൾ യൂസ് ചെയ്യുക. ആ ലൈറ്റ് ഷോട്ടും ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവറും നിങ്ങൾ ഇന്ന് തന്നെ ട്രൈ ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്ത് നോക്കുക. അത് ലൈറ്റ് ഷോട്ട് നിങ്ങൾ ഈ ഇതുപോലെ സ്ക്രീൻഷോട്ട് കുറെ നമ്മൾ സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് ട്രൈ ചെയ്യുക. ബാക്കിയുള്ള നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.